ഹലോ, വെൽക്കം ബാക്ക് ടു അഞ്ജലിസ് കറി വേൾഡ്. ഇന്ന് നമ്മൾ വന്നിട്ടുണ്ട് മന്തി മസാലയുടെ റെസിപ്പി ആയിട്ട് കേട്ടോ. സ്റ്റോർ ചെയ്തിട്ട് വെക്കാൻ പറ്റും കേട്ടോ. എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം കേട്ടോ. ആദ്യം നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ കുരുമുളക് എടുത്തിട്ടുണ്ട്. അതേപോലത്തെ 2 ടേബിൾ സ്പൂൺ ജീരകമില്ലേ, ക്യുമിൻ സീഡ്സ് എടുത്തിട്ടുണ്ട്. ബേ ലീഫ് എടുത്തിട്ടുണ്ട്. ഒരു 3 ബേ ലീഫ് എടുത്തിട്ടുണ്ട് കേട്ടോ, കുഞ്ഞതായ കാരണമുണ്ട്. പിന്നെ ചെറിയ 2 കഷ്ണം പട്ട എടുത്തിട്ടുണ്ട് കേട്ടോ. വലിയ പീസായാൽ 1.5 എടുത്താൽ മതി കേട്ടോ. ഇനി നമുക്ക് മൊത്തത്തിലുള്ള മല്ലി എടുക്കാം കേട്ടോ. മല്ലി ഒരു 4 ടേബിൾ സ്പൂൺ എടുക്കുക. ഇതിപ്പോൾ നമുക്ക് സ്റ്റോറേജ് ചെയ്തിട്ട് വെക്കാൻ പറ്റും കേട്ടോ. അതുകൊണ്ടാണ് 4 ടേബിൾ സ്പൂൺ എടുക്കണമെന്നുണ്ട്. കുറേ നാളുണ്ടാവും കേട്ടോ. വെള്ളമൊന്നും ഇല്ലാതെ വേണം കേട്ടോ പാത്രങ്ങൾക്കൊക്കെ. ഈ പാനിൽ വെള്ളമില്ലാതെ തുടച്ചെടുക്കണം കേട്ടോ. അതിനുശേഷം മാത്രം നമ്മൾ പൈസസൊക്കെ ഇട്ട് കൊടുത്താൽ മതി. ഇത് നമുക്ക് നന്നായിട്ട് ഫ്രൈ ചെയ്തിട്ട് എടുക്കാൻ ആവശ്യമില്ല, ജസ്റ്റ് ചൂടായി കിട്ടിയാൽ മതി കേട്ടോ. പിന്നെ അതേപോലത്തെ ഒരു 10 ഗ്രാമ്പ് എടുത്തിട്ടുണ്ട്. ഒരു 10 എണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ. വലിയ സൈസ് ഉണ്ടെങ്കിൽ ഒരു 8 എണ്ണം 7 എണ്ണം എടുത്താൽ മതിയേ. എൻ്റെ അടുത്തുള്ളത് കുഞ്ഞ സൈസാണ്, അത് കാരണം ഞാൻ 10 എണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു 8 ഏലക്കായ എടുക്കാം കേട്ടോ. ഈ അളവൊക്കെ കറക്റ്റായിട്ട് എടുത്താൽ മതി കേട്ടോ. അടിപൊളി നമുക്ക് മന്തി മസാല കിട്ടും കേട്ടോ. എല്ലാവരും വീട്ടിലുണ്ടാകുന്ന ചേരുവകൾ തന്നെയാണ്. നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഉണ്ടാക്കി നമുക്ക് സ്റ്റോർ ചെയ്ത് വെച്ചാൽ പിന്നെ നമ്മൾ മന്തി മസാലയ്ക്ക് തപ്പാൻ ആവശ്യം വരില്ല കേട്ടോ. ഇനി മെയിനായിട്ട് തക്കോളം ജാതിപത്രി, ജാതിക്കായ കേട്ടോ. ജാതിക്കായ ഞാൻ പൊട്ടിച്ചിട്ട് പകുതി കഷ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ. പകുതി കൂടെ ഇല്ല, 3/4 ഭാഗം ഉണ്ടാവും കേട്ടോ. ഇത് കൂടാൻ പാടില്ലേ, ഈ ഇലയോട് തന്നെ എടുക്കണം കേട്ടോ. കൂടിപ്പോയാൽ ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവും കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഒരു ഡ്രൈ ലെമൺ എടുക്കാം കേട്ടോ. എൻ്റെ വീഡിയോ മിസ്സായിട്ടുണ്ട്. ഡ്രൈ ലെമൺ എടുത്തിട്ട് അതൊന്ന് പൊട്ടിച്ചിട്ടെടുക്കുക. പൊട്ടിച്ചിട്ട് എടുക്കുമ്പോൾ അതിൽ ഉള്ള കുരുകൾ നമുക്ക് മാറ്റിയെടുക്കാം കേട്ടോ. ഞാൻ ലെമൺ എടുത്തിട്ടുണ്ട്. പൊട്ടിച്ചിട്ടിട്ടാണത് മിസ്സായിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. ഇത്തിരിയല്ലോ ഈ ചേരുവകൾ ചേർത്തിട്ട് നമുക്കൊന്ന് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് എടുത്താൽ മതി കേട്ടോ. കണ്ട, ഞാൻ പൊട്ടിച്ചിട്ട് ലെമനേറ്റ് കൊടുത്തിട്ടുണ്ട്. ലെമനുള്ളിലുള്ള കുരു മാറ്റണം കേട്ടോ. കണ്ട, നമ്മളിതൊന്ന് ചൂടാക്കി എടുക്കാം കേട്ടോ. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചൂടാക്കി എടുത്താൽ മതിയേ. ചൂടാക്കിയ ശേഷം ആ പാനിൽ തന്നെ വയ്ക്കാതെ വേറെ പ്ലേറ്റിലേക്ക് എടുക്കാം കേട്ടോ. ചൂടാറാൻ വേണ്ടിയിട്ടാണ്, പെട്ടെന്ന് ചൂടാറി കിട്ടും. നമുക്കിത് ചൂടാറിയ ശേഷം മിക്സിയുടെ ജാറിലൊക്കെ ഇട്ടിട്ട് നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കണം കേട്ടോ. പിന്നെ അതേപോലത്തെ നമ്മൾ എടുക്കാൻ സ്പൂണ് ഒരേ അളവിൽ നോക്കിയിട്ട് എടുത്താൽ മതി കേട്ടോ. കുരുമുളക് എടുക്കുമ്പോൾ, മല്ലിപ്പൊടി എടുക്കുമ്പോൾ, മൊത്തത്തിൽ മല്ലി എടുക്കുമ്പോൾ അങ്ങനെ നോക്കിയിട്ട് എടുത്താൽ മതി കേട്ടോ. കണ്ടാണ് ഇടയ്ക്കൊന്ന് പൊടിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം ഒരു 2 മിനിറ്റ് ശേഷം മാത്രം പൊടിച്ചെടുത്താൽ മതി കേട്ടോ. എന്തെങ്കിലും നമ്മൾ മിക്സിയുടെ ജാർ ചൂടാവും കേട്ടോ. അങ്ങനെ ഉള്ളുമ്പോൾ 1-2 മിനിറ്റ് ഗ്യാപ്പ് വെച്ചിട്ട് പൊടിച്ചെടുത്താൽ മതി. ഞാൻ നന്നായിട്ട് ഫൈനായിട്ട് പൊടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അതിനുശേഷം നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുക. അതേപോലത്തെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക കേട്ടോ. ചേർത്തെടുത്ത ശേഷം ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഞാൻ പിന്നെ ഒന്ന് പൾസ് ചെയ്തിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ അതേപോലത്തെ ഇതിൽ
ജിഞ്ചർ പൗഡറും ഗാർലിക് പൗഡറും ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കണമെന്നില്ല, എൻ്റെ കയ്യിലില്ല കേട്ടോ, കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ചേർത്ത് കൊടുത്തില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. നമ്മൾ മസാല മിക്സ് ചെയ്യുമ്പോൾ അതിലേക്ക് നമുക്കിപ്പോൾ പേസ്റ്റായിട്ട് ചേർത്ത് കൊടുത്താൽ മതി നമ്മൾ മന്തി ഉണ്ടാക്കുമ്പോൾ. കണ്ട ഇത്രയല്ല കേട്ടോ, അടിപൊളി നല്ലൊരു സ്മെല്ലുണ്ട് ഇപ്പോൾ ഈ സമയത്ത്. ഇവിടെ ഒന്ന് മിക്സ് ചെയ്യുക. പിന്നെ ബോട്ടിൽ നമുക്ക് സൂക്ഷിച്ച് വയ്ക്കുക. കുറേ നാളുണ്ടാവും കേട്ടോ, കേടുവരാതെ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. അലുവൊക്കെ പറഞ്ഞ പോലത്തെ തന്നെ എടുത്താൽ നല്ലൊരു മന്തി മസാല കിട്ടും കേട്ടോ. നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. ഈ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.